അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ക്രിസ്തുയേശുവിൻ്റെ ധന്യനാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ശ്രേഷ്ഠ ദൈവദാസനോടും കുടുംബത്തോടും ദൈവമക്കളോടും നാട്ടിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന പ്രിയപ്പെട്ടവരോടുമൊത്ത് ഇന്ന് പകൽക്കാലം ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം നൽകി തന്നിരിക്കുന്ന ഈ അവസരത്തെ ഓർത്ത് നന്ദിയുള്ള ഹൃദയത്തോടെ ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു. വാസ്തവത്തിൽ ഞാനിവിടെ വന്നിരുന്ന് ഇങ്ങനെ ആരാധിക്കുവാനിരുന്നപ്പോൾ എൻ്റെ ഹൃദയം വളരെ സന്തോഷിച്ചു. നാട്ടിലിപ്പോൾ സഭകളിൽ യൗവനക്കാരോ കുഞ്ഞുങ്ങളോ ഒന്നുമില്ല. പ്രായമായ മാതാപിതാക്കളോടൊത്താണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. ആരാധിക്കുന്നില്ലെന്നല്ല, പ്രിയ മക്കളോടും കുഞ്ഞുങ്ങളോടുമൊക്കെയുള്ള കൊച്ചുമക്കളോടുമൊക്കെയുള്ള കൂട്ടായ്മ അനുഭവിക്കണമെങ്കിൽ ഇവിടെയൊക്കെ വരണം. ഇപ്പം സ്ഥിതി അതായി. മാത്രവുമല്ല, ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിച്ച മറ്റൊരു കാര്യം, 150 വർഷം ഈ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിൻ്റെ അടിമത്തത്തിൽ കിടന്ന് വേദന സഹിച്ച ജനമാണ് നമ്മൾ. നമ്മുടെ നന്മകളെല്ലാം അപഹരിച്ചെടുത്ത് ഇവിടെ കൊണ്ടുവന്നവർ ശ്രേഷ്ഠന്മാരാക്കി വെച്ചെങ്കിൽ സ്വർഗത്തിലെ ദൈവം നമ്മുടെ മക്കളെ ഇവിടെ കൊണ്ടുവന്ന് അതിൻ്റെ നന്മ അനുഭവിപ്പാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം വിശ്വസ്തനായ ദൈവമാണ് നമ്മുടെ ദൈവം. ഇവിടെ കുഞ്ഞുങ്ങൾ കൈയടിച്ച് ആരാധിക്കുമ്പോൾ, യൗവനക്കാർ ആരാധിക്കുമ്പോൾ സന്തോഷമാണ്. കാരണം ദേശം വിട്ട് മാതാപിതാക്കളെ വിട്ട് മാറിക്കഴിയുമ്പോൾ അവർ ഒരുപക്ഷെ കൈവിട്ടു പോകുമോ എന്ന് ഭയപ്പെട്ടുകൊണ്ട് ഭവനത്തിൽ രാത്രിയുടെ യാമങ്ങളെ ഉറക്കമില്ലാത്ത രാത്രികളാക്കി മാറ്റുന്ന മാതാപിതാക്കളാണ് നാട്ടിലുള്ളത്. അന്യരാജ്യത്ത് പോയി അവർ ജീവിക്കുമ്പോൾ അവിടുത്തെ സംസ്കാരവും അവിടുത്തെ ജനത്തിൻ്റെ ജീവിത രീതിയുമെല്ലാം സംശീകരിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുമോ എന്ന് ഭയപ്പെടുന്ന അയ്യോബിനെ പോലെ തൻ്റെ മക്കൾ ആരെങ്കിലും എന്തെങ്കിലും തെറ്റുകൾ ചെയ്തു പോയിട്ടുണ്ടോ എന്ന് വേദനപ്പെട്ടുകൊണ്ട് അവർക്ക് വേണ്ടി ഉറക്കമിളച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മാതാപിതാക്കൾ നമ്മുടെ ദേശത്തുണ്ട്. പ്രൈസ് ദി ലോർഡ്. അതിൻ്റെ പരിണിതഫലമായി കാണുന്നതൊക്കെ. ഇല്ലെങ്കിൽ നമുക്കിതിങ്ങനെ കാണാനോ അനുഭവിക്കാനോ ഒന്നും കഴിയത്തില്ല. ഞാനിവിടെ നിൽക്കുമ്പോൾ ഞാനിങ്ങനെ ദൈവത്തെ വളരെ ഹൃദയം കൊണ്ട് സ്തുതിച്ചു പോയി. കാരണം എന്നാണെന്നറിയാമോ? ഞാനൊരു വനത്തിലാണ് ജനിച്ചത്. ഒരു വനത്തിൽ ദൈവം ആരാണെന്നോ ദൈവവചനം എന്താണെന്നോ ഒന്നും അറിയത്തില്ലാതെ ഒരു വനത്തിൽ ജനിച്ചെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. തിരുവിതാംകൂറിൽ നിന്ന് മലബാറിലേക്ക് കുടിയേറിപ്പോയ അവിടെ കുറേ സ്ഥലമെല്ലാം വളച്ചെടുത്ത് അതിൻ്റെ നടുക്ക് 2-3 കുടുംബങ്ങളൊക്കെ ജീവിച്ചു വരിക്കുമ്പോൾ മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധങ്ങളോ ഒന്നുമില്ലാതെ ദൈവമാരാണ്, മറ്റ് ജാതികൾ ആരാണെന്ന് പോലും അറിയാതെ ഞങ്ങളുടെയൊക്കെ ഇടയിൽ കത്തോലിക്കർ മാത്രമേ ഉള്ളൂ. ഇപ്പോഴാണ് കുറച്ച് പേരൊക്കെ മറ്റു ജാതീയ കൂട്ടായ്മകളിലുള്ളവരൊക്കെ അവിടെ കടന്നു വന്നിരിക്കുന്നതൊക്കെ. അങ്ങനെയുള്ള ഒരു സ്ഥാനത്ത് നിന്ന് സ്വർഗത്തിലെ ദൈവം ഈ ബ്രിട്ടൻ്റെ അല്ലെ UK മണ്ണിൽ ഇവിടെ കൊണ്ടുവന്ന് അല്പസമയം ദൈവവചനം പ്രസംഗിക്കുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ മാനിച്ചെങ്കിൽ ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ മുട്ടുകുത്തുക. അഭിമാനിക്കാനൊന്നുമില്ല, വിദ്യാഭ്യാസം ഒന്നുമില്ല, ശ്രേഷ്ഠമായി പറയുവാൻ ഒന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. നല്ല പ്രായത്തിൽ ദൈവത്തെ അറിഞ്ഞില്ല. നല്ല പ്രായമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ദൈവത്തെ അറിഞ്ഞത്. അതുകൊണ്ട് അതിൻ്റേതായ പോരായ്മകളും കുറവുകളും ഒക്കെ ഉണ്ട്. ഒന്നും പുകഴുവാനില്ല. എല്ലാം ദൈവത്തിൻ്റെ സ്നേഹവും ദൈവത്തിൻ്റെ ദാനവും മാത്രമാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. കർത്താവിൻ്റെ വചനത്തിൽ നമ്മളിങ്ങനെ വായിക്കില്ല, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദിയയിലും ശമര്യയിലും ലോകത്തിൻ്റെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാകും. അതൊക്കെ വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ ഹൃദയത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ലോകത്തിൻ്റെ അറ്റത്തോളമൊക്കെ പോകാൻ നമുക്കെന്ത് കഴിവാ ശ്രേഷ്ഠതയാണ് ഉള്ളതെന്നൊക്കെ ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് പകൽക്കാലം ഈ പുൾപ്പറ്റിൽ നിന്നുകൊണ്ട് നിങ്ങളെ അഭിസംബോധന ചെയ്യുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം എന്നെ പ്രാപ്തനാക്കിയെങ്കിൽ, എന്നെ അതിനുവേണ്ടി ഹല്ലേലൂയ ദൈവം നിയോഗിച്ചുവെങ്കിൽ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും താഴ്ത്തുകയാണ്.
പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. പുകഴുവാനൊന്നുമില്ല, ഞാൻ മുഖവരെയൊന്നും പറഞ്ഞു പോകുന്നില്ല. സാക്ഷ്യം എനിക്ക് പറയുവാനുണ്ട് ധാരാളമായിട്ട്. ആദ്യമായിട്ട് നമുക്ക് ദൈവവചനത്തിൽ നിന്ന് ഒരു വാക്യം വായിച്ച് ചിന്തിച്ച് തുടങ്ങാം. മർക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായം, അതിൻ്റെ 36-ാമത്തെ വാക്യം. മർക്കോസിൻ്റെ സുവിശേഷം. പ്രൈസ് ദി ലോർഡ്. യേശു ആ വാക്ക് കാര്യമാക്കാതെ പള്ളിപ്രമാണിയോട് വിശ്വസിക്കുക മാത്രം എന്ന് പറഞ്ഞു. നമ്മുടെ പ്രതാപം കൊണ്ടൊന്നും ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകാൻ പറ്റത്തില്ല. വിശ്വാസത്തോടെ ചെല്ലണം. ദൈവത്തെ വിശ്വസിക്കണം. ദൈവം ഉണ്ടെന്ന് വിശ്വസിക്കണം. ദൈവം ആരാണെന്ന് വിശ്വസിക്കണം, അറിയണം. ആ സത്യദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് ചെല്ലുമ്പോൾ ആ ദൈവത്തിലൊരു പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ചെല്ലണം. ഇവിടെ പള്ളിപ്രമാണിയായ യായിറോസ് ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്നിട്ട് അതിൻ്റെ 22-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്ന, യായിറോസ് എന്ന പേരുള്ള ഒരുത്തൻ വന്ന് അവനെ കണ്ട് അവൻ്റെ കാൽക്കൽ വീണു. യായിറോസ് എന്ന് പറയുന്ന ഒരു ചെറിയ ആളല്ല, പള്ളിപ്രമാണിയാ. പള്ളിപ്രമാണി. യേശു തൻ്റെ ശുശ്രൂഷ തുടങ്ങുമ്പോൾ, നമ്മൾ മാർക്കോസിൻ്റെ സുവിശേഷം വായിച്ചു വരുമ്പോൾ നമുക്കറിയാം, സ്നാപയോഹന്നാൻ്റെ ശുശ്രൂഷ, തൻ്റെ ശുശ്രൂഷയുടെ അന്ത്യഭാഗത്തേക്ക് വന്നപ്പോൾ താൻ എന്ത് ചെയ്തു? തടവിലാക്കപ്പെട്ടു. ശുശ്രൂഷയുടെയൊക്കെ അന്ത്യവത, തടവിലാക്കപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അപ്പോൾ അവൻ തടവിലാക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ യേശു തൻ്റെ ശുശ്രൂഷയുടെ ആരംഭം കുറിച്ചു. ദൈവരാജ്യം സമീപിച്ചിരിക്കുന്നു, നിങ്ങൾ മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പീൻ. അങ്ങനെ പറഞ്ഞുകൊണ്ട് ദൈവം തൻ്റെ ദൈവരാജ്യത്തെക്കുറിച്ച് തൻ്റെ ജനത്തെ, തന്നെ പിൻപറ്റി വരുന്ന ജനത്തെ പഠിപ്പിച്ചുകൊണ്ടും താൻ തിരഞ്ഞെടുത്ത തൻ്റെ ശിഷ്യന്മാരെ ദൈവവചനത്തിൻ്റെ മർമ്മങ്ങൾ ഉപമകളിലൂടെ ജനത്തിന് കൊടുത്തിട്ട് അതിൻ്റെ മർമ്മങ്ങളെ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തുകൊണ്ടിരുന്നു. നമ്മളങ്ങനെ വായിക്കുന്നത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ വെളിപ്പെടുത്തി. വിതപ്പാൻ കൊണ്ടുപോകുന്ന വിത്തിനോട് ഉപമിച്ചു. ഒരു കർഷകൻ തൻ്റെ ഭൂമിയിൽ ഒരു വിത്തിട്ട് അത് വിളഞ്ഞ് വരുന്നതിനോട് ഉപമിച്ചു. ഒരു കടുകുമണിയോട് ഉപമിച്ചു. അങ്ങനെയുള്ള ഉപമകളിലൂടെ ദൈവരാജ്യത്തിൻ്റെ പൊരുളുകൾ തൻ്റെ ശിഷ്യന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്തിട്ട് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്താണ് ഈ യായിറോസിൻ്റെ വരവ്. ഈ യായിറോസിനെ പറ്റി ഒരു വാക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. പള്ളിപ്രമാണിയാണ്. യേശുക്രിസ്തു അവരുടെ പള്ളികളിൽ എപ്പോഴും കടന്നു എന്ന് ഉപദേശിക്കുന്ന സ്വഭാവം, ഉപദേശിക്കുമായിരുന്നു. അവിടെ പരീശന്മാർക്കും പുരോഹിതന്മാർക്കും ഒക്കെ യേശുവിനോടുള്ള വിരോധം ഒരു പുതിയ ഉപദേശവുമായിട്ട് വന്നിരിക്കുന്നു. 1. 2, ന്യായപ്രമാണത്തിന് വിരുദ്ധമായിട്ട് ഉപദേശിക്കുന്നു. അപ്പോൾ പുതിയ ഉപദേശവും ന്യായപ്രമാണത്തിന്, മോശ നൽകിത്തന്ന ന്യായപ്രമാണത്തിന് വിരുദ്ധമായൊരു ഉപദേശവും നൽകിക്കൊണ്ടാണ് യേശു വന്നിരിക്കുന്നത്. യേശുവിനെക്കുറിച്ച് അവർ പ്രാരംഭമായി പറഞ്ഞത്, അവൻ പാപത്തെ മോചിക്കുന്നു. ദൈവത്തിനല്ലാതെ പാപത്തെ മോചിക്കാൻ ആർക്ക് കഴിയും? ഒന്നാമത്തെ ആരോപണമാണ് യേശു പാപം മോചിക്കുന്നു. രണ്ടാമത്തെ ആരോപണം, അവൻ ശബത്തുകളെ ലംഘിക്കുന്നു. ശബത്തുകൾ, യഹൂദനെ സംബന്ധിച്ചിടത്തോളം ശബത്തുകൾ അവരുടെ ജീവിതത്തിൻ്റെ വലിയൊരു ഭാഗമാണ്. ദൈവത്തിന് വേണ്ടി മാറ്റിവെക്കുന്ന, വിശ്രമിക്കുവാൻ വേണ്ടി മാറ്റിവെക്കുന്ന, ദൈവത്തെ ആരാധിപ്പാൻ വേണ്ടി മാറ്റിവെക്കുന്ന ദൈവം ആ ദിവസത്തെ, ആ ശബത്തിനെ യേശു എന്ത് ചെയ്യുക? ലംഘിക്കുന്നു. മൂന്നാമത്തെ ആരോപണമാണ്, അതിലൊക്കെ രസകരമായ ആരോപണം, അവൻ സാധാരണക്കാരോടും പാപികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്നു. യഹൂദനെ സംബന്ധിച്ചിടത്തോളം അത് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. ഈ പാപികളായ മനുഷ്യരോടുകൂടെ ഭക്ഷണം കഴിപ്പാനോ അവരോടുകൂടെ ഇടപെടുവാനോ ഒന്നും അവർക്ക് കഴിയത്തില്ല. കാരണം അവർ ശ്രേഷ്ഠരാണ്. ദൈവം അവരുടെ സ്വന്തമാണ്. ദൈവം അവരുടെ സ്വന്തം. മറ്റുള്ളവർക്കാർക്കും ദൈവമില്ല. അപ്പോൾ ഈ യായിറോസും അന്ന് ദൈവത്തെ കുറ്റം പറഞ്ഞവരുടെ കൂട്ടത്തിലുണ്ട്. ഇവൻ ശബത്ത് ലംഘിക്കുന്നു, ഇവൻ പാപത്തെ മോചിക്കുന്നു,
ഇപ്പോൾ പാപികളോടും സാധാരണ ജനത്തോടും കൂടി പ്രൈസ് ലോർഡ് സ്തോത്രം ഹല്ലേലൂയ ഭക്ഷണം കഴിക്കുന്നു. ഇങ്ങനെയെല്ലാം പറഞ്ഞ് യേശുവിനെ ചെറുതാക്കി, യേശുവിനെ നിന്ദിക്കുന്ന അപമാനിക്കുന്നവരുടെ കൂട്ടത്തിൽ ഈ യായിറോസും ഉണ്ടായിരുന്നു. എന്നാൽ യായിറോസിൻ്റെ ഭവനത്തിൽ ഒരു പ്രശ്നം വന്നപ്പോഴാണ് കാര്യങ്ങൾക്ക് മാറ്റം വരുന്നത്. പ്രൈസ് ലോർഡ് സ്തോത്രം. മറ്റുള്ളവരുടെ ഭവനങ്ങളിൽ എന്ത് സംഭവിച്ചാലും നമ്മളെ അതൊന്നും വലിയ കാര്യമായിട്ട് ബാധിക്കത്തില്ല. പക്ഷേ നമ്മുടെ ഭവനാന്തരീക്ഷത്തിൽ എന്തെങ്കിലും ഒരു അസ്വസ്ഥതകൾ ഉണ്ടായാൽ അത് നമ്മെ നല്ലവണ്ണം ബാധിക്കും. അത് തൻ്റെ കൊച്ചുമകൾ ദീനമായിരിക്കുന്നു. ഞാനിങ്ങനെ ചിന്തിക്കുന്ന യായിറോസ് അനേക വൈദ്യന്മാരുടെ അടുത്ത് പോയിട്ടുണ്ടാവും, ഡോക്ടർമാരുടെ അടുത്ത് കണ്ടിട്ടുണ്ടാവും. അന്നത്തെ സാഹചര്യത്തിൽ സമ്പന്നനായതുകൊണ്ട് ലഭിക്കാവുന്ന എല്ലാ സാഹചര്യങ്ങളും തൻ്റെ കുഞ്ഞിനു വേണ്ടി ഒരുക്കി കൊടുത്തിട്ടും തൻ്റെ ജീവൻ പോകുന്ന അവസ്ഥയിലേക്ക് തൻ്റെ കുഞ്ഞ് എത്തിച്ചേർന്നിരിക്കുന്നു എന്ന് മനസ്സിലായപ്പോൾ തൻ്റെ പ്രൗഢിയെല്ലാം വെടിഞ്ഞു. താനൊരു പള്ളിപ്രമാണിയാണെന്നുള്ള കാര്യം മറന്നു. കാരണം എന്താണെന്നറിയാമോ? പള്ളിപ്രമാണികളും മഹാപുരോഹിതന്മാരും എല്ലാവരും കൂടി ഒരു തീരുമാനമെടുത്ത് വെച്ചിട്ടുണ്ട്. ആരെങ്കിലും യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവരെ പള്ളിഭ്രഷ്ടരാക്കണം. അപ്പോൾ യായിറോസ് യേശുവിനെ ഏറ്റുപറഞ്ഞാൽ അവൻ പള്ളിഭ്രഷ്ടനാകും, സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകും, സമൂഹം അവനെ ആദരിക്കത്തില്ല. ഇന്ന് ലഭിക്കുന്ന മാന്യതയും ശ്രേഷ്ഠതയും ഒന്നും തനിക്ക് ഈ സമൂഹത്തിൽ ലഭിക്കത്തില്ല എന്ന് അറിഞ്ഞിട്ടും തൻ്റെ ഭവനത്തിലെ ആ പ്രയാസവേളയിൽ, തൻ്റെ കുഞ്ഞിൻ്റെ ആ മരണത്തോടടുക്കുന്ന വേളയിൽ അവൻ ഇറങ്ങി വന്ന് പുരുഷാരത്തിൻ്റെ നടുവിൽ വന്നിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഒരു പുരുഷാരത്തിൻ്റെ മുമ്പിൽ നിന്നിട്ട് തൻ്റെ പ്രൗഢിയും തൻ്റെ സ്ഥാനമാനങ്ങളും എല്ലാം ഉപേക്ഷിച്ചിട്ട് യേശുവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തി. അതാ സമർപ്പണമെന്ന് പറയുന്നത്. ഒരു ക്രിസ്തീയ സമർപ്പണം എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നമ്മളെ തന്നെ പൂർണ്ണമായി മുട്ടുകുത്തി സമർപ്പിക്കുന്നതാണ്. നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ ശ്രേഷ്ഠതയോ നമ്മളായിരിക്കുന്ന പദവികളോ ഒന്നും അതിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒന്നുമല്ല എന്നുള്ള ആ ബോധ്യം എൻ്റെ പദവിയോ എൻ്റെ പണത്തിനോ ഈ സമൂഹത്തിലുള്ള എൻ്റെ വിലക്കോ ഒന്നിനോ എൻ്റെ കുഞ്ഞിനെ രക്ഷിപ്പാൻ കഴിയുകയില്ലെന്ന് ബോധ്യം വന്നപ്പോൾ താൻ സകലതും വിട്ടുകൊണ്ട് പുരുഷാരത്തിൻ്റെ നടുവിൽ വന്നിട്ട് ഹല്ലേലൂയ. നമുക്കറിയാമല്ലോ, അത് വഴിയിലൂടെ നടന്നു പോകുന്ന സന്ദർഭങ്ങളല്ലേ, മെത്തയൊന്നും അല്ലല്ലോ അവിടെ വിരിച്ചിരിക്കുന്നത്. അതിൻ്റെ നടുവിൽ വന്നിട്ട് താൻ മുട്ടുകുത്തി, യേശുവേ എൻ്റെ കുഞ്ഞ് മരിച്ചു പോകുന്നതിന് മുമ്പ് എൻ്റെ ഭവനത്തിലൊന്ന് വന്ന് അവളുടെ മേൽ കൈവച്ച് അവളെ ഒന്ന് സൗഖ്യമാക്കണമേ എന്ന് താൻ ആവശ്യപ്പെടുകയാണ്. യേശു എന്തെങ്കിലും ഒരു വിസമ്മതം പറഞ്ഞോ? ഒരു വിസമ്മതവും പറഞ്ഞില്ല. യേശുവിൻ്റെ ശുശ്രൂഷയെ ചോദ്യം ചെയ്തതാ. ദൈവപുത്രനാണോ നീ? ദൈവപുത്രനാണോ നീ? ദൈവമാണോ? പാപം മോചിക്കാൻ നിനക്കെന്താ അധികാരം? ശബത്തുകളെ ലംഘിപ്പാൻ നിനക്കെന്താ അധികാരം? പാപികളോടും ദോഷികളോടും കൂടെ ഭക്ഷണം കഴിക്കുന്ന നിനക്കെന്ത് യോഗ്യതയുള്ളത്? നീ മറിയത്തിൻ്റെ മകനല്ലേ? നിൻ്റെ സഹോദരന്മാരും സഹോദരികളും ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ. നിനക്ക് വലുതായ ശ്രേഷ്ഠത ഒന്നും കൽപ്പിക്കുവാനില്ലാഞ്ഞിട്ടും പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അതിൻ്റെ നടുവിലാണ് വന്ന് മുട്ടുമടക്കുന്നത്. അവിടെ ആ പ്രത്യേകത കിടക്കുന്നത്. അങ്ങനെ യായിറോസിൻ്റെ ഭവനത്തിലേക്ക് യേശുവും ജനവും തൻ്റെ ശിഷ്യന്മാരും ഒത്ത് കടന്നു പോകുന്ന വേളയിൽ അതിൻ്റെ ആ വഴിയാത്രയിൽ തന്നെ ഒരു അത്ഭുതം നടക്കുകയാണ്. യേശു കടന്നു പോകുന്ന വഴിത്താരകളെല്ലാം അത്ഭുതങ്ങളുടെ പ്രദേശങ്ങളായി മാറുകയാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. നമുക്കറിയാം, നമ്മളിതെല്ലാം ഒരുപാട് പ്രസംഗം കേട്ടിട്ടുണ്ട്. ആ സഹോദരിയുടെ അവസ്ഥകൾ നമുക്കറിയാം. തൻ്റെ ജീവിതത്തിൽ തനിക്കുണ്ടായിരുന്നതെല്ലാം വൈദ്യന്മാർക്ക് കൊടുത്തു, എന്നിട്ട് തനിക്ക് ഒരു സൗഖ്യവും ലഭിച്ചില്ല. ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെട്ടു പോകും, തൻ്റെ രോഗം അത്ര ഭീകരമാണ്, സമൂഹത്തിൽ ജനത്തിൻ്റെ ഇടയിൽ എനിക്ക് ഇറങ്ങി നടപ്പാൻ അനുവാദമില്ല,
മറ്റുള്ളവരെ ടച്ച് ചെയ്യുവാൻ എനിക്ക് അനുവാദമില്ല. അതിൻ്റെ നടുവിലും പ്രൈസ് ദി ലോർഡ് സ്തോത്രം, എന്തായാലും ഞാൻ മരിക്കും, എന്തായാലും ഞാൻ ഈ ഭൂമുഖത്ത് നിന്ന് മാറ്റപ്പെടുമെന്ന ബോധ്യം വന്ന സ്ത്രീ ഹല്ലേലൂയ തൻ്റെ ഹൃദയത്തിലൊരു തീരുമാനമെടുത്തു. അവൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങലെങ്കിലും തൊട്ടാൽ എനിക്ക് സൗഖ്യം വരും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പ്രതികൂലത്തെ കണ്ട് മാറി നിന്നില്ല, പ്രതിസന്ധികളെ കണ്ട് ഹല്ലേലൂയ താൻ ഭയപ്പെട്ടില്ല. മരിക്കുന്നെങ്കിൽ മരിക്കട്ടെ, ജനസമൂഹം എന്നെ കല്ലെറിഞ്ഞു കൊല്ലുന്നെങ്കിൽ കല്ലെറിഞ്ഞു കൊല്ലട്ടെ എന്നുള്ള തീരുമാനത്തോടുകൂടെ യേശുവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു ചെന്ന് ആ ജനത്തിൻ്റെ നിയമത്തിന് വിരുദ്ധമായി കടന്നു ചെന്നിട്ട് തൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ തൊട്ടു, താൻ സൗഖ്യം പ്രാപിച്ചു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. പെട്ടെന്ന് യേശു നിന്നു. അവിടെയാ യേശുവിൻ്റെ പ്രത്യേകത. പെട്ടെന്ന് യേശുവോടെ നിന്നിട്ട് ചോദിക്കുന്നു, എന്നെ തൊട്ടതാരാ? എന്നെ ആര് തൊട്ടു? ശിഷ്യന്മാരും പുരുഷാരും ഒക്കെ പറയുന്നു, ഇത്രയും പുരുഷാരം നിന്നെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുമ്പോൾ എന്നെ തൊട്ടതാരെന്ന് ചോദിക്കുന്നതിൻ്റെ ആ വ്യർത്ഥത, അർത്ഥമില്ലായ്മ. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. യേശു പറഞ്ഞല്ല, എന്നെ ആരോ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പുറപ്പെട്ടത് ഞാൻ അറിയുന്നു. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ആ ശക്തി പുറപ്പെട്ടു എന്ന് അറിയുന്ന ഹല്ലേലൂയ സകലതും അറിയുന്നവൻ, എന്നെ അറിഞ്ഞിരിക്കുന്നുവെന്ന് മനസ്സിലാക്കിയവൾ യേശുവിൻ്റെ അടുത്ത് ചെന്നിട്ട് തൻ്റെ സംഗതികൾ തുറന്നു പറഞ്ഞു. എൻ്റെ അവസ്ഥകൾ ഇതായിരുന്നു, ഞാൻ എന്നാൽ ഇപ്പോൾ സൗഖ്യമായിരിക്കുന്നു. യേശുവളെ വഴക്കൊന്നും പറഞ്ഞില്ല. മകളെ, നിൻ്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്ന, ബാധ വിട്ട് സമാധാനത്തോടെ നീ ഭവനത്തിലേക്ക് പോകുക. അപ്പം ചില ബാധകൾ നമ്മുടെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കും. നമ്മുടെ കുടുംബത്തിൽ ചില ബാധകൾ, പ്രൈസ് ദി ലോർഡ് സ്തോത്രം, അത് ഡോക്ടർമാർക്ക് സൗഖ്യമാക്കാൻ പറ്റത്തില്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ദൈവസന്നിധിയിൽ വന്നിട്ട് വിശുദ്ധിയോടെ ജീവിക്കാത്തവരെ അവരെ ബാധ തൊടും, അവരെ ബന്ധനത്തിലാക്കും, കഷ്ടത്തിലാക്കും, നന്മകൾ നഷ്ടപ്പെടുത്തും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ദൈവത്തെ അറിഞ്ഞ് ദൈവസന്നിധിയിൽ വന്നിരിക്കുന്ന ജനം വിശുദ്ധിയോടെ ദൈവസന്നിധിയിലേക്ക് അടുത്ത് ചെല്ലണം. ദൈവസന്നിധിയിൽ അടുത്ത് ചെല്ലുമ്പോൾ നമ്മൾ വിശുദ്ധരായി ചെല്ലണം. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഞാൻ വിശുദ്ധനായിരിക്കാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പീനെന്ന് കർത്താവ് അരുളി ചെയ്തു. അശുദ്ധിയെ ഒന്നും ദൈവത്തിന് ഇഷ്ടമല്ല. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിലൂടെ നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കി, ദൈവത്തിൻ്റെ സന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ആര് കടന്നു ചെന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുമടക്കുന്നോ അവൻ്റെ വിഷയത്തിന് വിടുതലാണ്, അവൻ്റെ ബാധ മാറും, അവൻ്റെ കുടുംബത്തിലെ മരണം മാറും. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഇന്ന് പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവജനമേ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ അന്തരീക്ഷത്തിൽ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന വിഷയങ്ങളുണ്ടെങ്കിൽ ഇന്ന് പകൽക്കാലം ഒരു പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെന്ന് മുട്ടുമടക്കുവാൻ തയ്യാറാണെങ്കിൽ സ്വർഗത്തിലെ ദൈവ ബാധയെ നീക്കി നിങ്ങളെ സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ നിങ്ങളെ വിടുതൽ കൽപ്പിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. അല്പസമയമൊക്കെ ഇങ്ങനെയൊക്കെ കടന്നു പോയപ്പോൾ യായിറോസിൻ്റെ വീട്ടിൽ നിന്ന് ആൾ വന്നിട്ട് പറഞ്ഞു, ഇനി ഗുരുവിനെ എന്ത് ചെയ്യുക, അസഹ്യപ്പെടുത്തണ്ട. കാരണം എന്താ, നിൻ്റെ മകൾ മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. അപ്പം ലോകം മുഴുവൻ പറഞ്ഞു നിൻ്റെ മകൾ മരിച്ചുപോയി. അപ്പോഴാണ് യേശു പറയുന്നത്, ഭയപ്പെടണ്ട, നീ വിശ്വസിക്കുക മാത്രം ചെയ്യുക. നീ ആരുടെ അടുത്താണ് വന്നതെന്നും അവൻ എന്ത് ചെയ്യുവാൻ കഴിയുമെന്നും ഉള്ളത് നീ വിശ്വസിക്കണം. നമ്മുടെ ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല. നമ്മുടെ ദൈവത്തിന് പ്രവർത്തിപ്പാൻ കഴിയാതെ വണ്ണം അവൻ്റെ കരം കുറുതായി പോയിട്ടില്ല. ഏത് സാഹചര്യത്തിലും സ്വർഗത്തിലെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. പ്രൈസ് ദി ലോർഡ് സ്തോത്രം. ഹല്ലേലൂയ. നമുക്കറിയാം മോശയെ ഫറവോൻ്റെ അടുത്തേക്ക് അയച്ചപ്പോൾ മോശ ചോദിച്ചു, എന്നെ ആരയച്ചു എന്ന് ഞാൻ അവിടെ ചെന്ന് പറയണം. അപ്പോൾ യഹോവയായ ദൈവം അവനോട് പറഞ്ഞത്, ഞാനാകുന്നവൻ ഞാനാകുന്നു. എന്തോ പേരാ അത്? യഹോവയുടെ പേര് പറയുക, ഞാനാകുന്നവൻ ഞാനാകുന്നു. ഞാനാകുന്നവൻ ഞാനാകുന്നുവെന്നതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാവും.
ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ഏത് പ്രതികൂലത്തിൻ്റെ നടുവിലും, ഏത് രാജാക്കന്മാരുടെ മുമ്പിൽ നിന്ന് നിൽക്കുമ്പോൾ എൻ്റെ സാന്നിധ്യം നിന്നോട് കൂടെ ഉണ്ടാവും, എൻ്റെ പ്രവൃത്തി അവിടെ വെളിപ്പെടും. അതാ ആ വാക്കിൻ്റെ അർത്ഥം. സാന്നിധ്യം മാത്രമല്ല, ദൈവത്തിൻ്റെ പ്രവൃത്തിയും അവിടെ വെളിപ്പെടും. അതാ ഞാനാകുന്നുവെന്ന് പറഞ്ഞത്. ഏത് സാഹചര്യത്തിലും, ഏത് പ്രതിസന്ധിയുടെ ഘട്ടത്തിലും, ആരുടെ മുമ്പിലും, ഹല്ലേലൂയ, ഭൂരാജാക്കന്മാരുടെ മുമ്പിലല്ല, ഞാനാകുന്നു. എൻ്റെ സാന്നിധ്യവും എൻ്റെ പ്രവൃത്തിയും അവിടെ വെളിപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളണം, ഞാൻ ആരാണ്? സർവശക്തനായ ദൈവമാണ് ഞാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അപ്പോൾ സർവശക്തനായ ദൈവത്തിൻ്റെ പാദപീഠത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ ശ്രേഷ്ഠത കൊണ്ടൊന്നുമല്ല, നമ്മുടെ വിശുദ്ധ ജീവിതം കൊണ്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 1998 ഡിസംബർ 19 ആദ്യമായി കേട്ട ദൈവശബ്ദമായത്, ഭയപ്പെടണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ പ്രിയപ്പെട്ടവരെ, വാസ്തവത്തിൽ അന്ന് പെന്തക്കോസ് എന്നാന്ന് പോലും അറിയത്തില്ല. പെന്തക്കോസുകാരുടെ ഗണം ഞങ്ങളുടെ ഇടയിൽ വളരെ കുറവാണ്. വളരെ ഒരു ചെറിയൊരു വിഭാഗം മാത്രമുണ്ട്. അവരെ ആരും എന്ത് ചെയ്യത്തില്ല, അവരെ ആരും അംഗീകരിക്കത്തുമില്ല, അവരുടെ കൂട്ടത്തിൽ കൂട്ടുകൂടത്തുമില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഈ പരീശന്മാർ പറഞ്ഞതുപോലെ അവർ എളിയവരും പാപികളുവാ. അവരോടൊക്കെ കൂട്ടുകൂടാൻ പോയാൽ നമ്മുടെ ആത്മീയതയെല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്ന് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ഞങ്ങളുടെ ആത്മീയ ഗുരുക്കന്മാർ ഞങ്ങളെ പറഞ്ഞു പഠിപ്പിച്ചതാണ്. ഞങ്ങളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, നമ്മളാണ് യഥാർത്ഥ ക്രിസ്ത്യാനികൾ, നമ്മളല്ലാതെ വേറെ ആരും ക്രിസ്ത്യാനികളല്ല. ബാക്കിയെല്ലാം ഈ നമ്മുടെ കത്തോലിക്ക സഭയിൽ നിന്ന് പുറപ്പെട്ടു പോയവരും അവരിൽ നിന്നെല്ലാം തെറ്റിപ്പോയവരുടെ കൂട്ടമായ യാക്കോബായ, മാർത്തോമ, CSI, പെന്തക്കോസ്ത് എല്ലാം തെറ്റിപ്പോയവരുടെ കൂട്ടമെന്ന് നമ്മെ പഠിപ്പിച്ചു വച്ചു. അപ്പം ഞങ്ങളത് ഹൃദയത്തിലത് സ്വീകരിച്ചു. തെറ്റിപ്പോയവരുടെ കൂട്ടത്തിൽ പോകാൻ പാടുണ്ടോ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ 1998 19 ഒരു പ്രത്യേകതയുണ്ട്. ഒരു ദിവസം കൂടി കഴിഞ്ഞാൽ, ഒറ്റ ദിവസം കൂടി കഴിഞ്ഞാൽ കുടുംബസമേതം ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുവാൻ തീരുമാനമെടുത്ത് വെച്ചിരിക്കുക. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. നല്ലൊരു ബിസിനസ്സിൻ്റെ ഉടമയായിരുന്നു ഞാൻ. ഭേദപ്പെട്ട ഒരു ബിസിനസ്സിൻ്റെ ഉടമ. എല്ലാം ഭംഗിയായി നടക്കുന്നു, എല്ലാം ശ്രേഷ്ഠകരമായി നടക്കുന്നു. അന്നത്തെ കാലത്ത് അവിടെ വാഹനങ്ങളുള്ളവരാരുമില്ല, വാഹനങ്ങൾ ഞങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. വാർത്ത ഒരു വീടുള്ളത് ഞങ്ങളാണ് ഉള്ളത് അവിടെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇപ്പോൾ സമൂഹത്തിൽ വലിയ ശ്രേഷ്ഠതയാണ്, സഭയിൽ ചെന്നാൽ വലിയ മാന്യതയാണ്, ഏറ്റവും കൂടുതൽ പിരിവ് കൊടുക്കുന്ന ആളാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിൻ്റെ നടുവിൽ സ്വർഗത്തിലെ ദൈവം ഒറ്റ ദിവസം കൊണ്ട് 4 ചുമരുകൾക്കകത്ത് അടച്ചിരുത്തി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ബിസിനസ് പാളിപ്പോയി. ബിസിനസ്സിൻ്റെ നഷ്ടം കൊണ്ടൊന്നുമല്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. കടഭാരങ്ങൾ, ബാധ്യതകളേറി. അന്ന് 15 ലക്ഷം രൂപയുടെ കടഭാരവുമായിട്ട് ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാതെ ഭാരപ്പെട്ടിരിക്കുമ്പോൾ, ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാതെ ഹല്ലേലൂയ ഉയരത്തിലേക്ക് നോക്കുമ്പോൾ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ, ആഹാരത്തിന് വഴിയില്ലാഞ്ഞത് കൊണ്ട് മാത്രമല്ല, ദുരഭിമാനം കൊണ്ടാണ്. ദുരഭിമാനം. 4.5 ലക്ഷം രൂപ അന്ന് മാർക്കറ്റിൽ നിന്ന് കിട്ടാനുണ്ട്. എവിടെ ചെന്നാലും 1 കിലോ അരി തരും. പക്ഷേ 1-2 കിലോ അരിയൊന്നും മേടിച്ചിട്ടില്ല. ചാക്കമ്പടി അരി സാധനങ്ങൾ വാങ്ങിച്ച് ഹല്ലേലൂയ സുഭിക്ഷമായി ജീവിച്ചു വന്നിരുന്ന കാലത്തിൽ നിന്ന് നാളെ ചെന്നിട്ട് 1 കിലോ അരി തരണമെന്ന് കൈനീട്ടി കഞ്ചുവാനുള്ള ഹല്ലേലൂയ ദുരഭിമാനം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അത് നമ്മൾ അനുവദിച്ചില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയി. കഷ്ടതയുടെ തീച്ചൂളയുടെ ഒരു വ്യക്തി പോലും കണ്ടാൽ മിണ്ടത്തില്ല, പള്ളിക്കാർ മിണ്ടത്തില്ല, ശ്രേഷ്ഠന്മാരാരും ഒരു വ്യക്തി പോലും മിണ്ടാതായി. മാതാപിതാക്കൾ കൈവിട്ടു. പിതാവ് നേരത്തെ മരിച്ചുപോയി. മാതാവും
10 മക്കളാണ് ഞങ്ങൾ. എല്ലാവരും കൈവിട്ടു. അവർ വിചാരിച്ചാൽ മതി ഈ കഷ്ടതയിൽ നിന്ന് ഞങ്ങൾ നേരെ വരും. പക്ഷെ അവർക്കും കനിവ് തോന്നിയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിൻ്റെ നടുവിലൊരു തീരുമാനമെടുത്തു, ഇങ്ങനെ അപമാനിക്കപ്പെട്ട് ജീവിക്കുവാൻ കഴിയത്തില്ല, ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടാം. കൊച്ചു കുഞ്ഞുങ്ങളാ, അവരെ കാണുമ്പോൾ ഹൃദയം വെങ്ങി പൊട്ടുകയാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തോട് ഞാൻ ചോദിച്ചു, മദ്യപിക്കത്തില്ല, പുകവലിക്കത്തില്ല, മോശമായ ഒരു വഴികളിൽ സഞ്ചരിക്കുന്നില്ല, പിന്നെ എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നതെന്ന് ദൈവത്തോട് ചോദിച്ചു പലപ്പോഴും. പിന്നെ ഞാൻ ദൈവത്തോട് പറഞ്ഞു, എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യ്, ഏതെങ്കിലും ഒരു വണ്ടി ഇടിച്ചിട്ടങ്ങ് മരിക്കട്ടെ, അല്ലെങ്കിൽ ഒരു പാമ്പ് കടിച്ചിട്ട് മരിക്കട്ടെ, അങ്ങനെയായാലും ഈ കഷ്ടത, ഈ അപമാനം സഹിക്കണ്ടല്ലോ എന്ന് ദൈവത്തോട് ചോദിച്ചു. പല നിമിഷങ്ങളിൽ ചോദിച്ചിറങ്ങിച്ചെന്ന് ചവിട്ടുന്നത് വലിയ പാമ്പിൻ്റെ മുകളിലാണ്. പക്ഷേ പ്രിയപ്പെട്ടവരെ ഓർത്തുകളോട്, ആ പാമ്പ് എന്നെ ഒന്ന് ചീറ്റുക പോലും ചെയ്തില്ല. ഇന്നും എനിക്കത് അത്ഭുതമായിട്ട് കിടക്കുക. ഞാനൊന്നും രക്ഷിക്കപ്പെട്ടിട്ടില്ല. ആ പാമ്പ് എന്നെ തൊട്ടില്ല. കുറേ നേരം അവിടെ നിന്നിട്ട് പാമ്പിന് കടിക്കുന്നില്ല. പിന്നെ ഞാൻ മടങ്ങിപ്പോയി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പുറകെ വന്ന കടയടച്ച് പുറകെ വന്നവരെ പാമ്പിനെ തല്ലിക്കൊന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ദൃഷ്ടി ഒരുവൻ്റെ മേൽ പെട്ടുപോയാൽ, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, എല്ലാ പ്രതികൂലങ്ങളും അവന് തടസ്സമായി നിൽക്കുന്ന എല്ലാ ജനസഞ്ചയത്തെയും അവനിൽ നിന്ന് അകറ്റിക്കളയും. അത് മാതാപിതാക്കളായാലും കൊള്ളാം, സഹോദരങ്ങളായാലും കൊള്ളാം, ഹല്ലേലൂയ, പുരുഷാരമായാലും കൊള്ളാം, ആരായിരുന്നാലും തടസ്സമായി നിൽക്കുന്നവരെ മാറ്റിക്കളഞ്ഞിട്ട് അവരെ ഒറ്റപ്പെടുത്തി, ഹല്ലേലൂയ, അവരെ 4 ചുമരിൻ്റെ ഉള്ളിൽ അടച്ച് വെച്ചിട്ട്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവരോട് ദൈവം ഇടപെടാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയാ ഒരു പെന്തക്കോസ്ത് പാസ്റ്റർ ഞങ്ങളടുത്ത് താമസിക്കുന്നുണ്ട്. അദ്ദേഹത്തെ എനിക്ക് എൻ്റെ കണ്ണിന് കണ്ടുകൂടാ. കാരണം എന്നാണെന്നറിയാമോ? നേരത്തെ ഇയാൾ മഹാമദ്യപാനിയായിരുന്നു. അടിയും പിടിയും ബഹളമായിരുന്നു. എനിക്ക് മദ്യപിക്കുന്നവരെ കണ്ണിന് കാണത്തില്ല. ഇപ്പോഴും അത് തന്നെയാണ് സ്ഥിതി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതുകൊണ്ട് ഇദ്ദേഹത്തെ ഒന്നും നമ്മൾ ബഹുമാനിക്കത്തൂല, ഒന്നുമില്ല. പക്ഷേ യാദൃശ്ചികമായിട്ട് അദ്ദേഹം കടന്നു വന്നിട്ട് അവസ്ഥകളെല്ലാം പറഞ്ഞ് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഉപവാസ പ്രാർത്ഥനയ്ക്ക് പോകാമെന്നും പറഞ്ഞ് കൂട്ടിക്കൊണ്ടുപോയി. പെന്തക്കോസ്തുകാരുടെ ഉപവാസ പ്രാർത്ഥന, എനിക്കറിയത്തില്ല എന്താ ഉപവാസവും പ്രാർത്ഥന, ഇതൊന്നും നമുക്കറിയാവുന്ന കാര്യങ്ങളെയല്ല. അവിടെ ചെന്ന് 3 ദിവസം ഞാൻ പട്ടിണി ഇരുന്നു. അവർ ഉപവസിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചു. ഒരു കാര്യം മാത്രം മനസ്സിലായി, ഇവർക്ക് വയറൊക്കെ ചാടി നല്ല മിടുക്കന്മാരായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഉപവാസം എന്ന് പറഞ്ഞാൽ ഇവർ ഭക്ഷണം വെടിഞ്ഞ് തന്നെയാണെന്നുള്ള ഒറ്റ കാര്യമേ എനിക്ക് മനസ്സിലായുള്ളൂ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പക്ഷെ ദിവ്യമായ ഒരു സമാധാനം ഹൃദയത്തിലുണ്ടായി. അതിനുശേഷം ഇരട്ടി പട്ടണത്തിൽ ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ, 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന നടക്കുക. അതാ ഞാൻ പറഞ്ഞത്, ഡിസംബർ 98, ഡിസംബർ 19-ാം തീയതി അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുപോയി. 250 പേരിരിക്കുന്ന ഒരു സമൂഹത്തിൻ്റെ നടുക്കുകൊണ്ട് ഞാനും പോയിരുന്നു. ദൈവദാസന്മാർ കടന്നു വന്ന ആ ദൈവദാസന്മാർ പ്രവാചകന്മാരെന്നൊന്നും ഞാൻ കേട്ടിട്ടില്ല. ഞാനൊരു പ്രവാചകനെ കണ്ടിട്ടുമില്ല, അറിയത്തുമില്ല. അങ്ങനെ ഒരു ശുശ്രൂഷ ഗണമുണ്ടെന്ന് പോലും എനിക്കറിയത്തില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആദ്യമായി കടന്നു വന്ന്, ചിലപ്പോൾ നിങ്ങളൊക്കെ അറിയുമായിരിക്കും, പോലീസ് മത്തായി എന്ന് പറയുന്ന ഒരു ദൈവദാസൻ അന്ന് ശുശ്രൂഷിപ്പാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഒരു ദൈവവചനം വായിച്ച് അദ്ദേഹം നേരെ ഈ നടുക്കിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്നിട്ട് എൻ്റെ ചരിത്രം മുഴുവൻ അങ്ങ് പറഞ്ഞു. ആയിരിക്കുന്ന അവസ്ഥകളും കടന്നുപോയി ആ മണ്ഡലങ്ങളെയും എല്ലാം ദൈവാത്മാവ് വിവേചിച്ചുകൊണ്ട് വെളിപ്പെടുത്തി പറഞ്ഞിട്ട് പറഞ്ഞു, നീ ദൈവത്തിൽ ആശ്രയിച്ചോ, ദൈവം നിന്നെ വിടുവിക്കും, ദൈവം നിന്നെ വിടുവിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അന്ന് ഭാരപ്പെടുന്ന ഏറ്റവും വലിയ വിഷയം ഈ 15 ലക്ഷം രൂപയുടെ കടവാണ്. 3 പ്രാവശ്യം ജപ്തിക്ക് ചെണ്ട കൊട്ടി. പ്രിയപ്പെട്ടവരെ, സ്വർഗത്തിൽ ദൈവം ഒന്നും ജപ്തി ചെയ്യാൻ അനുവദിച്ചില്ല. എന്നോട് പറഞ്ഞു, ഇന്നേക്ക് 9-ാമത്തെ മാസം നിൻ്റെ അടുത്തൊരു ആൾ വരും, അവൻ നിൻ്റെ കടം വീട്ടും. പോഷത്തല്ലേ കേട്ടാൽ? പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പോഷത്തമല്ലേ അത് കേട്ടാൽ? 9 മാസം കഴിയുമ്പോൾ ഒരുത്തം വന്ന് നിൻ്റെ കടം വീട്ടും, നീ ദൈവത്തിൽ ആശ്രയിച്ചോന്ന്. പക്ഷെ എനിക്ക് വേറൊരു വഴിയില്ല.
എൻ്റെ ദൈവത്തിൽ ആശ്രയിക്കുമല്ലാതെ മറ്റൊരു വഴിയുമില്ല. എൻ്റെ ചരിത്രങ്ങൾ മുഴുവൻ പറയുവാൻ കഴിയുന്ന ദൈവത്തിന് എന്നെ എൻ്റെ ചെറുപ്പം മുതൽ ഞാൻ ആയിരിക്കുന്ന അവസ്ഥ, ആ സമയം വരെ എൻ്റെ ഭാര്യയ്ക്ക് പോലും അറിയാത്ത ചില വിഷയങ്ങൾ, ഞാൻ വടക്കേണ്ടിയിലായിരുന്നപ്പോൾ അവിടെ സംഭവിച്ച ചില കാര്യങ്ങൾ, അകപ്പെട്ടു പോയ ചില കെണികൾ, അതുവരെയും വെളിപ്പെടുത്തിയിട്ട് പറഞ്ഞു, അവിടെ നിന്നെല്ലാം നിന്നെ പുറത്തു കൊണ്ടുവന്നത് ഞാനാ, അതുകൊണ്ട് നീ ഭയപ്പെടണ്ട, ഞാൻ നിന്നെ കണ്ടിരിക്കുന്നു, എന്നിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുക. എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ യായിറോസ് വീണതുപോലെ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അങ്ങ് കവിണ്ണു വീണിട്ട് പറഞ്ഞു, കർത്താവേ, ഇനി നീയല്ലാതെ ആരുമില്ല ആശ്രയം. സഹോദരങ്ങൾ കൈവിട്ടു, മാതാപിതാക്കൾ കൈവിട്ടു, സ്നേഹിതർ കൈവിട്ടു, എല്ലാവരും കൈവിട്ടു. തരാനുള്ളവരൊന്നും ഒരു പൈസ പോലും തരുന്നില്ല, ഇന്നും തന്നിട്ടില്ല, ആരും എഴുതി തള്ളുക ചെയ്തത്. ദൈവം വിശ്വസ്തനാ, ദൈവം വിശ്വസ്തനാ. പറഞ്ഞതുപോലെ 9ാമത്തെ മാസം ആൾ വന്നു. ചുരുക്കി പറയാം, അല്പമായ കടങ്ങളെല്ലാം വീട്ടി, ജപ്തി നടപടികളെല്ലാം ഒഴിവായി, കാര്യാദികളെല്ലാം ഒരല്പം ക്രമീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എന്നാൽ ദൈവം പറയാത്തൊരു കാര്യം ചെയ്തു. ആ സഹോദരൻ വിശ്വാസിയാ, അവൻ എന്നെ വിശ്വസിച്ചത് കൊണ്ട് ഞാൻ അദ്ദേഹത്തെയും വിശ്വസിച്ചു. വീണ്ടും ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ സ്ഥലവും പറമ്പും എല്ലാം കൂടെ എഴുതി അദ്ദേഹത്തിൻ്റെ പേരിലോട്ട് കൊടുത്തു. 5 ലക്ഷം രൂപയും തന്നിട്ടുണ്ട്. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഇറങ്ങിക്കോളാൻ പറഞ്ഞു. അവിടുന്ന് ഇറങ്ങിക്കോ. പ്രൈസ് ദി ലോർഡ്. നിഷ്കരുണം ഇറക്കി വിട്ടു. എന്നെ ഇറക്കി വിട്ടതിലൊന്നും എനിക്ക് സങ്കടമില്ല. അന്നൊരു 10-30 പേരവിടെ ആരാധനയ്ക്ക് കൂടി വരുന്നുണ്ട്. ഞാൻ പറഞ്ഞു, സഹോദര, ഈ ഞായറാഴ്ചത്തെ ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങിക്കോളാം. ആരാധനയൊന്നും എനിക്ക് വിഷയമല്ല. പ്രൈസ് ദി ലോർഡ്. ഒരു സഹോദരൻ പറയുകയാണ്, ആരാധനയൊന്നും എനിക്ക് വിഷയമല്ല, ഇറങ്ങിയേ പറ്റൂ. ഞാൻ പറഞ്ഞു, എനിക്ക് വിഷയമാണ്, ഈ ഞായറാഴ്ച ഞാൻ ഇറങ്ങത്തില്ല. ആരാധന കഴിഞ്ഞിട്ട് നീ എപ്പം വേണേലും വന്നോ, ഞാൻ ഇറങ്ങിത്തരാം. എൻ്റെ പൊന്നു സഹോദരന്മാരെ, ആരാധന കഴിയാൻ നോക്കിയിരുന്നു. അവൻ 1-2 പേരെയും കൂട്ടിക്കൊണ്ട് വന്നിട്ട് അവിടുന്ന് സകല സാധനങ്ങൾ വെളിയിൽ ഇറക്കി വെച്ചിട്ട്, ഒരു ഫാക്ടറിയുടെ സാധനങ്ങളല്ലേ, എന്തേലും സാധനങ്ങളുണ്ടാവും, എല്ലാം മുറ്റത്ത് വാരി വലിച്ചിട്ടു, ഇറക്കി വിട്ടു. ചെറിയൊരു ഷെഡുണ്ടാക്കി അതിനകത്ത് ഞങ്ങൾ വാർപ്പാരംഭിച്ചു. അടുക്കളയില്ല, ടോയ്ലറ്റില്ല, യാതൊരു സൗകര്യങ്ങളുമില്ല. ആദ്യത്തെ ദിവസം മഴ ചെറുതായി പെയ്യുന്ന സമയമാണ്. ആ സമയത്ത് ഞങ്ങൾ ആ വീടിൻ്റെ ചായ്പിൽ, അതിൻ്റെ മുറ്റത്ത് അടുപ്പ് കൂട്ടി കഞ്ഞി വെച്ചു. മഴ പെയ്തപ്പോൾ മുറം കൊണ്ടത് മൂടിപ്പിടിച്ചു. ആളുകൾ മുഴുവൻ തല കുലുക്കിക്കൊണ്ട് ചിരിച്ചും കളിയാക്കിയും അപമാനിച്ചും വിട്ടു അവിടുന്ന്. ആലോചിക്കണം, അങ്ങനെ ഒരു അവസ്ഥ നമ്മുടെ ജീവിതത്തിൽ വന്നാൽ, ഹല്ലേലൂയ, ഇന്നലെ വരെ വാഹനവും വാർക്ക വീടും വലിയ ബിസിനസ്സും വലിയ ശ്രേഷ്ഠതയും മാന്യതയും ഒക്കെ പറയാനുള്ളവൻ ഇന്നിതേ കിടക്കുന്നവൻ പെന്തക്കോസിൽ ചെന്നിട്ട് പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവൻ്റെ വീടും കൂടും എല്ലാം നഷ്ടപ്പെട്ട് കഞ്ഞിവെക്കാൻ ഇടമില്ലാതെ മുറം ചൂടിക്കൊണ്ട് കഞ്ഞിവെക്കുന്ന അവസ്ഥകളെയൊക്കെ കാണുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അതിനെയൊക്കെ അഭിമുഖീകരിക്കാനുള്ള ദൈവകൃപ ദൈവം തന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിനെയൊക്കെ അഭിമുഖീകരിക്കുക എന്ന് പറയുന്ന ഒരു ചെറിയ കാര്യം വല്ലതുമാണോ? അഭിമുഖീകരിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിന്നീട് ആ സ്ഥലം എനിക്ക് നഷ്ടപ്പെട്ടു. 1,30,00,000 രൂപയ്ക്ക് കഴിഞ്ഞ ദിവസം ആ സ്ഥലം വിറ്റു. എന്നെ പിടിച്ചു നിർത്തിയ ഒരു വചനമുണ്ട് ഈ ഹെബ്രായ ലേഖനത്തിനകത്ത്. സ്വത്തുക്കളുടെ അപകാരവും നിങ്ങൾ എന്തുകൊണ്ട് സഹിക്കുന്നില്ല? അപ്പോൾ സ്വത്തുക്കളുടെ അപകാരവും നമുക്ക് സംഭവിക്കാം. നമ്മൾ ദൈവത്തെ അറിഞ്ഞു വരുമ്പോൾ പിശാച് നമ്മുടെ സകലതും, യോബിനുണ്ടായിരുന്നത് മുഴുവൻ നശിപ്പിച്ച് കളഞ്ഞതുപോലെ നമ്മുടെ സ്വത്തുക്കൾ മുഴുവൻ നശിപ്പിച്ചിട്ട് നമ്മളെ ഹല്ലേലൂയ ദൈവസന്നിധിയിൽ വഴിയിൽ ഇറക്കി വിട്ട് കൂത്തുകാഴ്ചയാക്കുന്ന അനുഭവം പിശാച് നമ്മുടെ ജീവിതത്തിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരു കാര്യം ഓർത്തുകൊള്ളണം. നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് മുട്ടുകുത്തി വീണിട്ട്, കർത്താവേ, നീ എൻ്റെ കർത്താവാണ്, ഇന്ന് മുതൽ നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ സകലതുമെന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് എൻ്റെ കർത്താവിനെ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ കർത്താവ് എന്നെ അപമാനിതരാക്കി വിടത്തില്ല.
പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് ആ ഷെഡിൻ്റെ സ്ഥാനത്ത് മനോഹരമായ ഒരു ഭവനം സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് നൽകി തന്നു. മനോഹര ഭവനം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. മാതാപിതാക്കളെല്ലാം കൈവിട്ടു. പിതാവ് എഴുതി തന്ന സ്ഥലത്തെ ആദായം പോലും എടുക്കാൻ സമ്മതിച്ചില്ല. 10-25 വർഷം കഷ്ടതയുടെ തീച്ചൂളയിലൂടെ കടന്നുപോയിട്ടും ഹല്ലേലൂയ ദൈവത്തെ മാത്രം മുറുകെ പിടിച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസമൊക്കെ എന്ന് പറഞ്ഞാൽ എനിക്കതൊക്കെ പറയാൻ പോയാൽ ഒരുപാട് സമയം പിടിക്കും. പ്രൈസ് ദി ലോർഡ്. +2 കഴിഞ്ഞപ്പോൾ ചാൾസിന് +2 കഴിഞ്ഞപ്പോൾ എവിടെ വിടണം, എങ്ങനെ പഠിപ്പിക്കണമെന്ന് അറിയത്തില്ല. 10 രൂപ കയ്യിലില്ല. ദൈവത്തോട് ഹല്ലേലൂയ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. പ്രാർത്ഥിക്കാൻ മാത്രമല്ലാതെ വേറെ ഒന്നിനും ശേഷിയില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എറണാകുളത്ത് നിന്ന് ഡെയ്സി എന്ന് പറയുന്ന ഒരു സഹോദരി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കടലൂർ ഇന്ന എൻജിനീയറിംഗ് കോളേജിൽ പൊക്കോ, അവിടെ ഒരു സീറ്റുണ്ട്, അത് നിങ്ങൾക്കുള്ളതാണ്. ഈ സഹോദരിയെ ഞാൻ ഇന്ന് വരെ കണ്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ദൈവാത്മാവ് ഒരുത്തനെ നടത്തുമ്പോൾ ദൈവം ആരെയൊക്കെയോ ഉപയോഗിക്കാമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വണ്ടിക്കൂലിക്ക് കാശില്ല, കടം മേടിച്ചുകൊണ്ട് ഓടി കടലൂർ ചെന്ന് ആദ്യം ചെല്ലുമ്പോൾ ആദ്യത്തെ ദിവസത്തെ ക്ലാസ്സും കഴിഞ്ഞ് ഇറങ്ങി വരും ആ കുട്ടികൾ. ഒരു സീറ്റ് 3 ആളും, എന്നെ കൂടാതെ 2 പേരും കൂടെ ഉണ്ട്. അവർ പൈസ ചാക്കി കെട്ടിക്കൊണ്ടുവന്നിരിക്കുന്നവരാ. എന്നോട് ദൈവാത്മാവാ പറഞ്ഞത് അവിടെ പൊക്കോ, അവിടെ നിനക്കുള്ളതാണെന്ന്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. 2 പേരുടെ ഇൻ്റർവ്യൂ കഴിഞ്ഞ് അവരെ പുറത്ത് വിട്ടു. ഞാൻ കയറി ചെന്നു. ഞാൻ പറഞ്ഞു, സാറേ എൻ്റെ ഈ പൈസയൊന്നുമില്ല, സീറ്റ് എനിക്ക് തരണം. ബാങ്കിൻ്റെ പേപ്പർ തന്നാൽ മതി, ഞാൻ സമയത്തിന് പൈസയൊക്കെ കൊണ്ട് തന്നോളാം. അത്ഭുതമെന്ന് പറയട്ടെ, എൻ്റെ സ്വർഗത്തിലെ ദൈവം ആ സീറ്റ് എനിക്ക് തന്നു, എൻ്റെ കുഞ്ഞിന് കൊടുത്തു. പ്രൈസ് ദി ലോർഡ്. കഷ്ടതയിലൂടെ അവൻ വളർന്നതും പഠിച്ചതും ഒക്കെ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കുഞ്ഞുങ്ങൾക്ക് അതുകൊണ്ട് ഹല്ലേലൂയ അവർ കടന്നു വന്ന വഴികൾ നന്നായി അറിയുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ സന്നിധിയിൽ അവർ വിശ്വസ്തരായി നിൽക്കുന്നത് അത് മാത്രം മതി എനിക്ക്, വേറൊന്നും വേണ്ട എനിക്ക്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇവിടെ കടന്നു വന്ന് ഞാൻ വിചാരിച്ചു ബാങ്കിലോട്ട് ഓടിച്ചെന്ന ഹല്ലേലൂയ ഇവിടെ ലോണ് കിട്ടുമെന്ന. ഒറ്റ ബാങ്കുകാരും ലോണ് തരത്തില്ല. ഒടുവിലൊരു ബാങ്കിൽ ചെന്നപ്പോൾ പറഞ്ഞു, രേഖ തരാമെങ്കിൽ തരാം. ഞാൻ പറഞ്ഞുകൊണ്ട് സാറേ എന്നും പറഞ്ഞു ചെന്നു. വീട്ടിൽ വന്ന് ആലോചിക്കുമ്പോഴാണ് അറിയുന്നത് ആ രേഖയും വെച്ച് ഞാൻ പൈസ എടുത്തിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പിറ്റേ ദിവസം ആ ബാങ്കിൽ ചെന്നിട്ട് മാനേജരോട് പറഞ്ഞു, സാറേ ഇങ്ങനെ കാര്യമുള്ളത്, ഒന്നുകിൽ സാറ് ലോൺ തരണം, അല്ലെങ്കിൽ ആ രേഖ തരണം. ഒരു ലോജിക്കുമില്ലാത്ത ചോദ്യമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അയാൾ എന്നെ പുച്ഛിച്ചു. എന്നിട്ട് പറഞ്ഞു, താൻ ഒരു 2 ദിവസം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വാന്ന് പറഞ്ഞു. ഇവിടെ വന്ന് ഞങ്ങൾ 2 പേരും കൂടെ മുട്ടുമടക്കി കൈകോർത്തിരുന്ന ദൈവസന്നിധിയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചു. 3-ാം ദിവസം ചെല്ലുമ്പോൾ ഒന്നും ചോദിക്കാതെ രേഖയെടുത്ത് കൈ തന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇൻട്രസ്റ്റ് പോലും അടയ്ക്കാതെ രേഖയെടുത്ത് കൈ തന്ന രേഖയുമായി ബാങ്കിൽ ചെന്ന് കാര്യാദികൾ ക്രമീകരിച്ച് അവൻ്റെ ഫീസുകൾ അടച്ചു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അല്ലെങ്കിൽ ഞാനിതെല്ലാം പറയുന്നത് എന്തിനാണെന്നറിയാമോ? ദൈവസന്നിധിയിൽ വരുന്നവർ ഒരു ഉന്നത ഭാവവും കൂടാതെ നിഗളികളോട് ദൈവം എതിർത്ത് നിൽക്കുന്നു. ഇന്ന് നമ്മുടെ സമൂഹത്തിന് പറ്റിയിരിക്കുന്ന ഏറ്റവും വലിയ വീഴ്ച എന്ന് പറയുന്നത് നിഗളമാണ്. ആദ്യ മാതാപിതാക്കൾക്ക് സംഭവിച്ച അതേ വീഴ്ചയിലൂടെ കടന്നു പോവുക സഭ. ഇവിടെ ശ്രേഷ്ഠന്മാരായ ദൈവദാസന്മാരെ ഓർത്തൊക്കെ നന്നായിട്ട് പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ സ്വർഗത്തിൽ ഒരെണ്ണം പോലും കാണത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവസന്നിധിയിൽ ഒരു പൂർണ്ണമായ സമർപ്പണം ആരർപ്പിച്ചിട്ടുണ്ടോ അതിൻ്റെ മുമ്പിൽ ദൈവം ഒരിക്കലും മൗനമായിരിക്കത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ എളിയവരെ കുപ്പയിൽ നിന്ന് ഉയർത്തി പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തി, തൻ്റെ പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തി മാനിക്കുന്ന ദൈവമാ നമ്മുടെ ദൈവം. അവൻ മാനിക്കാൻ തുടങ്ങിയാലുണ്ടല്ലോ, അതെവിടെ വരെയാണെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല.
പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഹാമാൻ ഒരുക്കിയ കഴിമരം ഒരുക്കി നിൽക്കുമ്പോഴും മൊർദെഖായിയെ മാനിച്ച ദൈവം ഹല്ലേലൂയ രാജകീയ വസ്ത്രങ്ങൾ ധരിച്ച് അവൻ്റെ കുതിരപ്പുറത്ത് കയറ്റി ദൈവം മാനിക്കുന്നവനെ ഇങ്ങനെ മാനിക്കുമെന്ന് ദേശം മുഴുവൻ വിളിച്ചുകൊണ്ട് നടത്തിയെങ്കിൽ ഇന്ന് പകൽക്കാലം ഓർത്തുകൊള്ളണമേ, ദൈവത്തിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഹല്ലേലൂയ നിൽക്കുന്ന ഹല്ലേലൂയ എന്നെയും നിന്നെയും മാനിക്കുവാൻ നമ്മുടെ സ്വർഗത്തിലെ ദൈവം സർവശക്തനായ ദൈവമാ. അവൻ വാക്കുമാറാത്ത ദൈവമാ, അവൻ വിശ്വസ്തനാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. വാക്കുമാറത്തില്ല. മാനിക്കുമെന്ന് പറഞ്ഞാൽ മാനിക്കും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ആ ദൈവത്തിൻ്റെ കരങ്ങളിലാണ് നമ്മളൊക്കെ ഇരിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഓർക്കണം, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് കരഞ്ഞുകൊണ്ട് ചെന്ന് പൂർണ്ണ സമർപ്പണത്തോടെ ആര് തങ്ങളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നോ അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായിത്തീരും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒരു കാര്യം കൂടി പറയട്ടെ. ഒരു ഷെഡിനകത്തേക്ക് താമസം മാറ്റി എന്ന് പറഞ്ഞില്ലേ, വട്ടമരം കൊണ്ടുണ്ടാക്കിയ ഷെഡാ. 3 വർഷം കറണ്ടില്ലാതെ, ചുമരുകൾ തേൽക്കാത്ത, പാമ്പുകൾ ഒളിയിരിക്കുന്ന ഒരു ഷെഡിനകത്താണ് ഞങ്ങൾ താമസിച്ചുകൊണ്ടിരുന്നത്. ഒരു ദിവസം എഴുന്നേറ്റ് നോക്കുമ്പോൾ കല്ലിൻ്റെ ഇടയ്ക്ക് 4 വളവഴപ്പം പാമ്പ്. ഇതൊന്നും തൊടത്തില്ല മക്കളെ നമ്മളെ. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തന്നിരിക്കുന്നുവെന്ന് പറഞ്ഞവൻ വെറുതെ വിടുവായി പറഞ്ഞതല്ല. ഒരു ശത്രുവിൻ്റെ ശക്തിയും നമ്മെ തൊടത്തില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ എൻ്റെ ദൈവത്തോട് ഒറ്റ കാര്യം മാത്രമേ പ്രാർത്ഥനയെ ചോദിച്ചിട്ടുള്ളൂ. കർത്താവേ, ഇത് ഇടിഞ്ഞ് താഴെ വീഴരുത്. ഏത് നിമിഷവും വീഴാം, കാരണം ഇത് ചെതലെടുത്തിരിക്കുക. ഇത് താഴെ വീണാൽ ഞങ്ങൾ കുടുംബമായിട്ട് നശിച്ചു പോകും, നഷ്ടപ്പെട്ടു പോകും. അതുകൊണ്ട് ഇത് താഴെ വീഴും. പുതിയൊരു വീട് തരണമെന്ന് പോലും ഞാൻ ചോദിച്ചില്ല കർത്താവിനോട്. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. ദൈവം എൻ്റെ കർത്താവാണെങ്കിൽ, ദൈവം എൻ്റെ അപ്പനാണെങ്കിൽ, ദൈവം എൻ്റെ പിതാവാണെങ്കിൽ മകൻ എന്താ വേണമെന്ന് എൻ്റെ ദൈവത്തിനറിയാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒരു പ്രവാചകൻ വന്നിട്ട് ഒരു ദിവസം എന്നോട് പറഞ്ഞു, നിങ്ങൾക്കൊരു നീല കാർ നിങ്ങളുടെ മുറ്റത്ത് കിടക്കുന്ന കാർ. ഞാൻ എൻ്റെ ദൈവത്തോട് കാറിന് ചോദിച്ചു പോലുമില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നീല പോയിട്ട് ഹല്ലേലൂയ ഒരു കറുത്തത് പോലും മേടിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരിക്കുമ്പോൾ കർത്താവിനോട് കാറ് ചോദിക്കും. ഈ കാറ് കിട്ടിയാലും പ്രശ്നമല്ലേ, എണ്ണ അടിക്കാൻ കാശ് വേണ്ടേ? ഇതില്ലാത്തവന് ഇത് കാറ് കിട്ടിയിട്ട് എന്താ കാര്യമുള്ളേ? ആദ്യം എണ്ണ അടിക്കാനുള്ള കാശ് തരട്ടെ, അത് കഴിഞ്ഞിട്ട് കാറ് മതി. ഞാൻ ചോദിച്ചില്ല, ഒന്നും ചോദിച്ചിട്ടില്ല. അങ്ങയുടെ സന്നിധിയിൽ നിൽക്കണം, അങ്ങയുടെ സന്നിധിയിൽ നിൽക്കണം. അങ്ങയുടെ സന്നിധി വിട്ട് മാറരുത്. എന്ത് പ്രതികൂലങ്ങൾ വന്നാലും, ഏത് പ്രതിസന്ധികളിലൂടെ കടന്നു പോയാലും അങ്ങേ തള്ളിപ്പറയാൻ ഇടവരാതെ വണ്ണോ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങളെ ശക്തീകരിക്കണമേ എന്നുള്ള ഒരു ഒറ്റ പ്രാർത്ഥനയേ ഉള്ളൂ. ഇപ്പോഴത്തെ അടുത്ത പ്രാർത്ഥന എന്താണെന്നറിയാമോ? കുഞ്ഞുങ്ങൾ പറയും, ഇവിടെ ഒത്തിരി കാണാനുണ്ട്, ഇവിടെയൊക്കെ പോ. എനിക്കിതൊന്നും കാണാൻ ഒരു താല്പര്യവുമില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. കർത്താവ് എനിക്ക് വേണ്ടി ഒരുക്കി വച്ചിരിക്കുന്നതുണ്ടല്ലോ, അതിനെക്കുറിച്ചുള്ള ഒരു വിഷൻ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഈ ലോകത്തിലെ ഈ നശ്വരമായതിനെക്കുറിച്ച് ചിന്തിച്ച് അതിൻ്റെ പുറകെ ഓടേണ്ട ഒരു കാര്യവും ഇല്ല. ഇതെല്ലാം നശിച്ചു പോകുന്നതാ, ഇതൊന്നും ശേഷിക്കത്തില്ല. കല്ലുമേൽ കല്ല് ശേഷിക്കാതെ എല്ലാം ഇടിഞ്ഞു പോകുമെന്ന് പറഞ്ഞതുപോലെ ഒന്നും ശേഷിക്കാതെ ഈ ലോകത്തിൽ നമ്മുടെ കണ്ണുകൾ ദർശിക്കുന്നവ മുഴുവനും നശ്വരമാണ്. അനശ്വരമായതൊന്ന് സ്വർഗത്തിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കുന്നുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട്, ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് ഭവനം ഒരുക്കിയിട്ട് വീണ്ടും ഞാൻ വന്ന് നിങ്ങളെ അവിടെ ചേർത്തുകൊള്ളാം. എന്തിനു വേണ്ടിയിട്ടാണ്? ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഇരുത്തേണ്ടതിനും എൻ്റെ മഹത്വം നിങ്ങളെ കാണിക്കേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് നമ്മൾ ദൈവത്തിൻ്റെ മഹത്വമൊന്നും കണ്ടുകൊണ്ടല്ല ആരാധിക്കുന്നത്, നമ്മൾ വിശ്വാസത്താൽ കാണുകയാണ്. അന്ന് നമ്മൾ വിശ്വാസത്താലല്ല കാണുന്നത്, നമ്മുടെ കണ്ണുകൊണ്ട് കാണും ദൈവമഹത്വം. ആ മഹത്വം വെടിഞ്ഞാണ് ഈ താണഭൂമിയിലേക്ക് വേഷത്തിലൊരു മനുഷ്യനായി, നമ്മുടെ ഭാഷയിൽ പറഞ്ഞ ഒരു കൃമി പോലെ ഇറങ്ങി വന്നത് നമ്മുടെ കർത്താവ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിന്, പാപത്തിൻ്റെ ചങ്ങല പൊട്ടിച്ച് കളയേണ്ടതിന്.
ഏത് ബന്ധനത്തിലാണോ കിടക്കുന്നത്, ബന്ധനത്തെ അറുത്ത് കളഞ്ഞിട്ട് നമ്മളെ സ്വതന്ത്രരാക്കേണ്ടതിന്, നമ്മളെ മക്കളും അവകാശികളാക്കേണ്ടതിന്, വാഗ്ദത്തത്തിന് പരിശുദ്ധാത്മാവിനാൽ നമ്മളെ മുദ്രയിട്ടുകൊണ്ട് എന്നേക്കും നമ്മളിൽ വസിക്കുവാൻ തക്കവണ്ണം ഈ മൺകൂടാരങ്ങളിലേക്ക് ഹല്ലേലൂയ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അയച്ചു തരുവാൻ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഒറ്റ കാര്യമേ പറഞ്ഞുള്ളൂ. പുണ്യസ്ഥലങ്ങളെല്ലാം സന്ദർശിച്ച് മലയെല്ലാം കയറി നിങ്ങൾ കഷ്ടതയെല്ലാം സഹിച്ച് എൻ്റെ അടുത്ത് വരണമെന്നല്ല പറഞ്ഞത്. ഇതൊന്നും നിങ്ങൾ ചെയ്യണ്ട, അതെല്ലാം ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമേ ഉള്ളൂ. യേശു എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമാണെന്ന് ഏറ്റുപറയണം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യേശു എൻ്റെ രക്ഷകനും എൻ്റെ കർത്താവുമാണെന്ന് ഏറ്റുപറയണം. എന്തിനാണ് ഏറ്റുപറയുന്നത്? അവൻ സ്വന്തത്തിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ എന്ത് ചെയ്തില്ല? കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കോ ദൈവ മക്കളാകുവാനുള്ള അധികാരം തന്നു. മക്കളെങ്കിൽ അവകാശികളുമാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ നമ്മളത് മറന്നു പോകരുത്. നമ്മുടെ ദൈവം നമ്മളെ മക്കളാക്കി തീർത്തെങ്കിൽ നമ്മൾ സർവ്വത്തിൻ്റെയും അവകാശികളും യേശുക്രിസ്തുവിൽ കൂട്ടവകാശികളുമാണ്. ഇന്ന് നമ്മളെ ഇരുത്തിയിരിക്കുന്ന എവിടെയാണ്? അകൃത്യങ്ങളാലും പാപങ്ങളാലും മരിച്ചവരായിരുന്ന നമ്മെ അവൻ തൻ്റെ ആത്മാവിനാൽ ജീവിപ്പിച്ച്, പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, സ്വർഗസ്ഥലത്ത് ഇരുത്തിയിരിക്കുക. ഇന്ന് നമ്മൾ ദൈവരാജ്യത്തിലാണ്. മാനസാന്തരപ്പെട്ട് ദൈവരാജ്യത്തിലേക്ക് വരുവീരെന്ന് ഹല്ലേലൂയ ക്രിസ്തു ആഹ്വാനം ചെയ്തെങ്കിൽ ആ മാനസാന്തരത്തിൻ്റെ സുവിശേഷം കേട്ട് നമ്മൾ ക്രിസ്തുവിനെ രക്ഷകനും കർത്താവുമായി സ്വീകരിച്ചുകൊണ്ട് ഹല്ലേലൂയ അവൻ്റെ കൽപ്പനകളും പ്രമാണങ്ങളും ചട്ടങ്ങളും അനുസരിച്ച് ജീവിപ്പാൻ നമ്മൾ തയ്യാറായിരിക്കുമ്പോൾ ഹല്ലേലൂയ ഒരു ദൗത്യം കൂടി നമ്മളെ ഏൽപ്പിച്ചു. നിങ്ങൾ ലോകമെങ്ങും പോയി എൻ്റെ സുവിശേഷം പ്രസംഗിക്കണം. വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവരെ ഹല്ലേലൂയ എൻ്റെ ശിഷ്യരാക്കിക്കൊള്ളണം. ഞാൻ നിങ്ങളോട് ഉപദേശിച്ചൊക്കെയും പ്രമാണിപ്പാൻ തക്കവണ്ണം അവരെയും പഠിപ്പിക്കണം. ഇവിടെ ഹോസ്പിറ്റൽ ഉണ്ടാക്കാനോ ബിസിനസ് സാമ്രാജ്യങ്ങൾ ഉണ്ടാക്കാനോ തോട്ടങ്ങൾ ഉണ്ടാക്കാനോ ഒന്നും കർത്താവ് തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ടില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് കൊട്ടാരത്തിലിരുന്ന് വാഴുന്ന ഹല്ലേലൂയ ശിഷ്യന്മാരൊക്കെ ഉണ്ട് ഭൂമിയിൽ. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. പത്രോസിന് എവിടെയായിരുന്നു സിംഹാസനവും കൊട്ടാരവും ഉണ്ടായിരുന്നത്? ഏത് സിംഹാസനത്തിലാണ് പത്രോസ് ഇരുന്നത്? ഏത് കൊട്ടാരത്തിലാണ് പത്രോസ് വാണത്? ഭൂമിയിൽ പത്രോസിന് സിംഹാസനവും ഇല്ലായിരുന്നു, കൊട്ടാരവും ഇല്ലായിരുന്നു. ഇന്ന് പത്രോസിൻ്റെ അനുയായി എന്ന് പറയുന്നവർ സിംഹാസനത്തിലും കൊട്ടാരത്തിലിരിക്കുക. അവൻ്റെ സിംഹാസനം ഒരു മുസ്ലിം രാജാവിൻ്റെ സിംഹാസനമാണെന്ന് അതിൻ്റെ അടിയിൽ എഴുതി വെച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇങ്ങനെ വല്ലവരുടെ സിംഹാസനത്തിൽ ഇരുത്താനല്ല നമ്മെ വിളിച്ചിരിക്കുന്നത്. വല്ലവരുടെ സിംഹാസനത്തിൽ ഇരുത്താനല്ല. 4 ജീവികൾ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അടങ്ങുന്ന സ്വർഗത്തിലെ ദൈവത്തിൻ്റെ സാന്നിധ്യം, അതിൻ്റെ ചുറ്റും 4 ജീവികൾ, 24 മൂപ്പന്മാരും ഹല്ലേലൂയ വിശുദ്ധീകരിക്കപ്പെട്ട വിശുദ്ധ ജനവും ഒരുമിച്ച് ദൈവത്തെ ആത്മാവിൽ നിറഞ്ഞ് ആരാധിക്കുന്ന ആ പദവിയാണ് നമുക്ക് വേണ്ടി അവൻ ഒരുക്കി തന്നിരിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. അതേക്കുറിച്ച് ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്നുവെങ്കിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പാത വിട്ട് നമ്മൾ പോകത്തില്ല. ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും നമ്മൾ ക്രൂശിനെ ധ്യാനിക്കുന്നവരായിരിക്കണം. നമുക്ക് വേണ്ടി നമ്മുടെ കർത്താവ് അനുഭവിച്ച കഷ്ടതകളെ യാതനകളും നിന്ന അപമാനങ്ങളും നമ്മളൊന്ന് ഓർക്കണം. അത് നമുക്ക് വേണ്ടിയായിരുന്നു. നമ്മെ വീണ്ടെടുത്ത് രക്ഷിക്കേണ്ടതിന് നമ്മുടെ കർത്താവ് അനുഭവിച്ചത് ഹല്ലേലൂയ ഓർക്കുമ്പോൾ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. എങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നടക്കാൻ കഴിയും? പിന്നെ എങ്ങനെ നടക്കാൻ കഴിയും? എൻ്റെ വഴികളിൽ നടന്ന് നിങ്ങൾ നിഷ്കളങ്കരായിരിക്കണം. അതല്ലേ എബ്രഹാമിനോട് പറഞ്ഞത്? നീ എൻ്റെ വഴികളിൽ നടന്ന് നിഷ്കളങ്കനായിരിക്കും. ദൈവത്തിന് നമ്മളോട് പറയാനുള്ളതും അത് തന്നെയാണ്. എൻ്റെ വഴികളിൽ നടക്കണം, നിഷ്കളങ്കരായിരിക്കണം, ഉന്നത ഭാവങ്ങളൊന്നും കാണിക്കരുത്, നിഗളം നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകരുത്, മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠരെന്നെണ്ണണം. നിങ്ങളെ ഭരിപ്പാനാക്കി വച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ ഞെരുക്കത്തോടുകൂടി നിങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷിപ്പാൻ ഇടവരരുത്. കാരണം നിങ്ങളുടെ ആത്മാക്കൾക്ക് വേണ്ടി അവർ ജാഗരിക്കുന്നവരാണ്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് പകൽക്കാലം നമ്മൾ ഓർക്കണം, നമ്മൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ എങ്ങനെ ആയിരിക്കുന്നു, നമ്മൾ കുടുംബത്തിൽ എങ്ങനെ ആയിരിക്കുന്നു, നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ ആയിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പം നമ്മുടെ ജീവിതത്തെ നമ്മൾ ദൈവസന്നിധിയിൽ ക്രമീകരിക്കണം.
എന്തെങ്കിലും വീഴ്ചകൾ പറ്റിപ്പോയിട്ടുണ്ടെങ്കിൽ എബ്രായ ലേഖനം 4:16 സമയഭേദം കൂടാതെ കൃപാസനത്തിലൂടെ അടുത്ത് ചെല്ലുവാനുള്ള അധികാരം സ്വർഗത്തിലെ ദൈവം നമുക്ക് തന്നിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അതിപരിശുദ്ധ സ്ഥലത്തേക്കുള്ള പ്രവേശനത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു തിരശീല അവിടെ കിടന്നിരുന്നെങ്കിൽ ക്രൂശിൽ നമുക്ക് വേണ്ടി യേശു യാഗമായി തീർന്നപ്പോൾ അതിൻ്റെ മുകൾ അറ്റം വരെ അടിവരെയും അത് നടുവേ ചീന്തിപ്പോയി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമുക്ക് വേണ്ടി പുതുവഴിയെ തുറന്നു തന്നു. വഴിയും സത്യവും ജീവനും ഞാനാകുന്നു, എന്നിലൂടെ അല്ലാതെ ആരും പിതാവിൻ്റെ അടുക്കൽ ചെല്ലത്തില്ല. ഒറ്റ വഴിയേ ഉള്ളൂ, ഒറ്റ മധ്യസ്ഥനേ ഉള്ളൂ. ഈ ലോകത്തിലുള്ളവരെല്ലാം നമ്മുടെ മധ്യസ്ഥന്മാരല്ല. നമുക്കൊരു മധ്യസ്ഥനുണ്ട്. ആകാശത്തിനും മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട ഒരു നാമമുണ്ട്, ഏക മധ്യസ്ഥനുണ്ട്. ആ കരങ്ങളിൽ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നാം ദൈവസന്നിധിയിലായിരിക്കുന്നുവെങ്കിൽ പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. യായിറോസിനെ പോലെ, ആ രക്തസ്രാവക്കാരി സ്ത്രീയെപ്പോലെ ബാധ വിട്ടൊഴിഞ്ഞ് സന്തോഷത്തോടെ മരിച്ച ഭവനത്തിൽ മരിച്ച അവസ്ഥകൾ മാറി. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. അതിനെയെല്ലാം മാറ്റുവാൻ കഴിവുള്ളവൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. 2-3 പേർ എൻ്റെ നാമത്തിൽ കൂടി വരുമ്പോൾ അവരുടെ മധ്യത്തിലുണ്ട് എന്ന് അരുളി ചെയ്തവൻ ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. നമ്മളത് വിശ്വസിക്കണം. അത് മാത്രം വിശ്വസിച്ചാൽ പോരാ, നമ്മളെ കാണുന്ന 2 കണ്ണുകളുണ്ട്. നമ്മളെവിടെ മറഞ്ഞിരുന്നാലും പ്രൈസ് ദി ലോർഡ്, സ്തോത്രം, അവൻ നമ്മളെ കാണും. നമ്മുടെ പ്രവർത്തികൾ അവൻ അറിയും. അവനെ മറച്ച് നമുക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല. ആ കാര്യം നമ്മൾ എല്ലാ ദിവസവും ഓർത്തുകൊള്ളണം. ഓരോ നിമിഷവും നമ്മളെ കാണുന്ന 2 കണ്ണുകളുണ്ടെന്ന് നമ്മൾ ഓർക്കണം. നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്ന ഒരു കർത്താവ് നമുക്ക് വേണ്ടി ഉണ്ടെന്ന് നമ്മളൊന്ന് ഓർത്തുകൊള്ളണം. ക്രൂശിനെ ധ്യാനിക്കാത്ത ഒരൊറ്റ ദിവസം പോലും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. അവിടെ അനുഗ്രഹങ്ങൾ ദൈവം കൽപ്പിച്ചാക്കി വച്ചിരിക്കുന്നത്. ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുഴിക്കുക. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഇന്ന് പകൽക്കാലം യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കാത്ത ആരെങ്കിലും ഇന്നിവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ ദൈവത്തിന് കൊടുക്കണം. എല്ലാ പ്രതികൂലങ്ങളിൽ നിന്ന് വിടുവിപ്പാൻ കഴിയുന്നവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, നമ്മുടെ കർത്താവ് മാത്രം. വാഗ്ദത്തം തന്നവനും അവൻ മാത്രമേ ഉള്ളൂ. പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കിയില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്നോട് കൂടെയിരിക്കും. വേറെ ആർക്കാ കഴിയുന്ന അങ്ങനെ ചെയ്യാൻ? ആ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് നമുക്കൊന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. പ്രൈസ് ദി ലോർഡ്, സ്തോത്രം. ഹല്ലേലൂയ. ഇന്ന് ഈ കേൾക്കപ്പെട്ട വചനങ്ങളും സാക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അനുഗ്രഹമായി തീരട്ടെ. പ്രതികൂലങ്ങളും പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ രാഷ്ട്രീയക്കാരെയും ഹല്ലേലൂയ അല്ലെങ്കിൽ മന്ത്രിമാരെയും ഒക്കെ ആശ്രയിക്കാൻ പോകരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്തിൽ ആശ്രയിച്ചു കൊള്ളണം. നഷ്ടപ്പെടുന്നതൊക്കെ നഷ്ടപ്പെട്ടോട്ടെ, അതൊക്കെ തരാൻ, ഇരട്ടിയായി തരാൻ നമ്മുടെ ദൈവം വിശ്വസ്തനാ. എൻ്റെ ജീവിതം കൊണ്ടാണ് ഞാൻ പറയുന്നത്, അനുഭവിച്ചുകൊണ്ടാണ് ഞാൻ പറയുന്നത്. വേറെ ആൾ കടമെടുത്ത് പറയല്ല. എന്ത് നഷ്ടപ്പെട്ടാലും അതിനേക്കാളെല്ലാം ശ്രേഷ്ഠമായ രീതിയിൽ നമ്മെ നടത്തുവാൻ ഇന്ന് ഞാൻ പറയട്ടെ, വസിക്കുന്ന ഇടത്തെല്ലാം മാന്യതയുണ്ട്. ആദ്യഫലമായി ആ ദേശത്തുനിന്ന് പെന്തക്കോസ്ത് അനുഭവത്തിലേക്ക് വന്ന കുടുംബമാണ് ഞങ്ങൾ. അതിൻ്റേതായ തിക്തഫലം ശരിയായ രീതിയിൽ ഞങ്ങൾ അനുഭവിച്ചു. പക്ഷെ അതിൻ്റെ നടുവിലും വിശ്വസ്തയോടെ നിന്നതുകൊണ്ട് സ്വർഗത്തിലെ ദൈവം മാനിച്ചു. ആ ദൈവം നിങ്ങളെയും മാനിക്കും. എല്ലാവിധമായ അനുഗ്രഹങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ദൈവം നിങ്ങളെല്ലാവരും സഹായിക്കട്ടെ.